പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾക്ക് ബൈബിൾ പഠനം തുടങ്ങുകയാണ്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആനുകാലിക വിഷയങ്ങളായിരുന്നു. അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങളായിരുന്നു. അത് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ എപ്പോഴും ഓരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അത് പറയുന്നു, അത് വീണ്ടും വീണ്ടും പറയുന്നു. അത് അങ്ങനെ ആകുമ്പോൾ ബൈബിൾ പഠനം നീണ്ടുപോകും. അതുകൊണ്ട് എല്ലാം നിർത്തിവെച്ച് ബൈബിൾ പഠനത്തിലേക്ക് തുടങ്ങുകയാണ്. ഇതുവരെയുള്ള വിഷയങ്ങളിൽ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. ക്രിസ്ത്യാനികൾ നമ്മൾ കാലഘട്ടത്തിൻ്റെ ഓരോ ചലനങ്ങളും ഓരോ സ്പന്ദനങ്ങളും മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം, പെരുമാറണം. അത് അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കാതെ തന്നെ പല കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി കാണാത്തത് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. അത് നമ്മളും അതിനകത്ത് അകപ്പെട്ടെന്ന് വരും. അങ്ങനെ അകപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു മുന്നറിയിപ്പായിട്ടാണ് ചില കാര്യങ്ങൾ അത് പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ബൈബിളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് സ്ഥിരമായിട്ട് പഠിക്കണം. ഒരാഴ്ചയിൽ 2 or 3 ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. യൂട്യൂബിൽ ആകുമ്പോൾ ഇത് വീഡിയോയിലാകുമ്പോൾ വളരെ അത് വിശദീകരിച്ച് അത് എടുക്കാൻ പറ്റുകയില്ല. പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും അത് സംക്ഷിപ്തമായിട്ട് പറയേണ്ടിയും വരും. അത് ഒരു ലൈവായിട്ട് അത് ഡയറക്റ്റ് ക്ലാസ് സംഘടിപ്പിക്കുകയാണെങ്കിൽ സവിസ്തരം പഠിപ്പിക്കാൻ സാധിക്കും. ഈ വീഡിയോ കേൾക്കുന്നവർ കാണുന്നവർ അതിനുള്ള സൗകര്യം ഏതെങ്കിലും പള്ളികളിൽ നമ്മളെ വൈദികരോട് ഒക്കെ ചേർന്ന് അത് ഏതെങ്കിലും അവധി ദിവസങ്ങളാകുമ്പോൾ ജോലിക്ക് പോകുന്നവർക്കുമൊക്കെ അതിൽ പങ്കെടുക്കാൻ പറ്റും. ഒരു 2-3 മണിക്കൂർ രാവിലെ ഒരു 10 മണി മുതൽ ഉച്ചയ്ക്കൊരു 1 മണി വരെ ഉള്ള സമയം അതിനുവേണ്ടി മാസത്തിൽ 1 or 2 ദിവസങ്ങൾ അങ്ങനെ സംഘടിപ്പിച്ചാൽ വന്ന് ഡയറക്റ്റായിട്ട് ക്ലാസ് എടുക്കാവുന്നതായിരിക്കും. 2 or 3 പള്ളികളിലെ ഇടവകളിലെ ആളുകളെ അതിൽ സംബന്ധിപ്പിക്കാനും സാധിക്കും. അത് എല്ലാവർക്കുമായിട്ട് പ്രയോജനപ്പെടാൻ സാധിക്കും. അപ്പോൾ സവിസ്തരം നമ്മൾക്ക് കാര്യങ്ങളെടുക്കാം, പറഞ്ഞു തരാൻ സാധിക്കും. അത് സംശയ ദൂരീകരണം നടത്താനും സാധിക്കും. സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞ് അത് നിവർത്തിച്ച് കൊടുക്കുക, അതൊക്കെ അതിനകത്ത് അപ്പോഴും പറ്റും. യൂട്യൂബിൽ അതൊന്നും പറ്റത്തില്ല. പറയുന്നത് അത് വളരെ സംക്ഷിപ്തമായിട്ട് പറയുകയും വേണം. മറ്റേ ഒരു സമഗ്രമായ പഠനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള കാര്യങ്ങൾ. ഇനി അപ്പോൾ ഇത് എടുക്കുന്നതിന് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ലെൻസിൻ്റെ പടമുള്ള സെർച്ച് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ ഇത് കിട്ടും. ഒരു ടൈറ്റിൽ കാണും, എൻ്റെ ചില ഫോട്ടോയും കാണുമായിരിക്കും. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ ആദ്യം ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓപ്പണായി എല്ലാം ലഭിച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, അതിനുള്ള ലിസ്റ്റ് വരും. ആ ലിസ്റ്റിൽ നമുക്ക് തിരഞ്ഞെടുത്ത് പഠിക്കാം. പക്ഷേ ബൈബിൾ പഠിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും പഠിക്കണം. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ സമയത്തിൽ നമ്മൾ ദശാംശം കൊടുക്കുന്നവരാണ് എല്ലാവരും. ക്രിസ്തീയ വിശ്വാസികളെല്ലാവരും. ആ ധനത്തിൻ്റെ കാര്യം മാത്രമല്ല നമ്മൾ സാധാരണ ചിന്തിക്കുക, അത് മതിയല്ലോ ഒന്നും. പക്ഷേ സമയത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ദശാംശം കൊടുക്കണം. അതായത് ധനം മാത്രം, വരുമാനത്തിൻ്റെ ദശാംശം മാത്രമല്ല, ദശാംശം പൂർണ്ണമാകണമെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കണം. സമയം നമുക്കൊരു ദിവസം 24 മണിക്കൂർ, അതിൻ്റെ ദശാംശം 2.5 മണിക്കൂറോളം. അപ്പോഴതിന് 2.5 മണിക്കൂർ, അത് 2.5 മണിക്കൂർ ഡെയിലി നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് വ്യാപൃതരാകേണ്ടുന്നതുകൊണ്ട് ജീവിത സന്ധാരണത്തിന്. അതുകൊണ്ട് ഒരു 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം എടുക്കാൻ സാധിക്കത്തില്ലേ?
വിശുദ്ധ കുർബാന നമ്മൾ പറയും, വിശുദ്ധ കുർബാന കാണുന്നു, വേദപുസ്തകം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇതെല്ലാം ഇത് ദശാംശത്തിൽ വരുന്നില്ല. അത് നമ്മൾ മസ്റ്റാണ്, നിർബന്ധമാണ്, അത് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള പേരിന് അർഹനല്ല, ക്രിസ്ത്യാനി ആകത്തില്ല. അതുകൊണ്ട് അത് പോകെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പഠിക്കുന്നതിനുള്ള കാര്യങ്ങൾ, മറ്റ് നമ്മൾ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ കാണുക, അവരെ സന്ദർശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഒക്കെ ഉൾപ്പെടുന്നതാണ് നമ്മളുടെ ആ സമയം. 1 മണിക്കൂർ എടുക്കാൻ നമുക്ക് പഠിക്കുന്നതിന്, ബൈബിൾ പഠിക്കുന്നതിന് ഒരു ദിവസം എടുത്ത് നോക്കുക. അത് എല്ലാ ദിവസവും വേണ്ട. ഇപ്പോഴും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാം. മറ്റ് യൂട്യൂബിലൊക്കെ ധാരാളമുണ്ട്, മറ്റുള്ളവരുടെയൊക്കെ പഠനങ്ങളുണ്ട്. വളരെ നല്ല വലിയ വലിയ പണ്ഡിതരുടെ, ധ്യാന ഗുരുക്കളുടെയൊക്കെ പഠനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ഒരു 35-40 മിനിറ്റ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ്. ചിലപ്പോൾ അല്പം കൂടിയെന്ന് വരും, അല്പം കുറഞ്ഞെന്ന് വരും. അത്രയും സമയം എടുക്കാൻ സാധിക്കില്ല. ഒരാഴ്ചയിൽ 2-3 ക്ലാസ് എനിക്ക് മാക്സിമം പറ്റിയാൽ അതേ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒന്ന് ലൈവായിട്ട് ഡയറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ ക്ലാസ്സുകൾ വൈദികരെ, ഇത് കേൾക്കുന്നവരെ, ഇടവകക്കാരും ഒക്കെ പറഞ്ഞ് അത് ഒരു ധാരണയിലെത്തി ആ ഒരു ദിവസം നിശ്ചയിച്ച് എന്നെ അറിയിച്ചാൽ, വൈദികർ മുഖേനയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഇടവക ഗ്രൂപ്പുകൾ മുഖേനയായിരിക്കണം, ഉള്ളവർ അതിൻ്റെ തലപ്പത്തുള്ളവരായിരിക്കണം അറിയിക്കേണ്ടത്. അങ്ങനെ അറിയിച്ച് കഴിയുമ്പോൾ എനിക്ക് വന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2-3 മണിക്കൂർ ഒരു ദിവസം ഒരു മണിക്കെല്ലാം അവസാനിപ്പിക്കത്തക്കവണ്ണം പഠിക്കാൻ സാധിക്കും. അത് വളരെ പ്രയോജനപ്പെടും. ഇന്ന് ബൈബിൾ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത ഏറ്റവും അത്യാവശ്യമുള്ള സമയമാണ്. കാരണം നമ്മൾ കാലഘട്ടങ്ങളോടൊക്കെ അടുക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. അതിനെ ഒട്ടും അമാന്തിക്കരുത്. അതുകൊണ്ട് ഇത് അത്യാവശ്യമാണ്. ഇന്ന് മറ്റുള്ളവർ പറയും കത്തോലിക്കർക്ക് ബൈബിൾ അറിഞ്ഞുകൂടാന്ന് പറയും. ചിലർ നിങ്ങളൊക്കെ കൂടുതൽ പുസ്തകങ്ങളുണ്ട്, നിങ്ങൾ കൂടുതൽ എഴുതി ചേർത്തു, അതിൽ നിങ്ങൾ അങ്ങനെ മാറ്റം വരുത്തി. പലപ്പോഴും പറയുന്നതാണ് കർത്തൃപ്രാർത്ഥനയിൽ വേറെ മാറ്റം വരുത്തിയവരുണ്ട്. വലിയ വിശദമായിട്ട് പറയും. അവർക്കെന്തുവാ കർത്തൃപ്രാർത്ഥന എന്നറിയാവുന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇത് പഠിച്ചെങ്കിലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. ഇത് പഠിക്കുക, ഇതിന് ഉത്തരം പറഞ്ഞാൽ അവർ പിന്നെ മേലിൽ മിണ്ടത്തില്ല, ഒരു മനുഷ്യരോട് ഇങ്ങനെയുള്ള കാര്യം പറയത്തില്ല. അപ്പോൾ ബൈബിൾ ശരിയായിട്ട് പഠിക്കണം. ഇതാണ് എനിക്ക് ഏറ്റവും എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റുള്ളവർക്കിത് പറഞ്ഞു കൊടുത്ത് അവർ ബൈബിൾ ഹൃദയസ്ഥമാക്കിയാൽ മറ്റുള്ളവരുടെ വലയിൽ സാത്താൻ വഴി അവരെ പ്രചോദിപ്പിച്ച് സാത്താൻ കൊണ്ടുവരികയാണ്. അപ്പോൾ അവരുടെ വലയിൽ നമ്മൾ വീഴരുത്, സാത്താൻ്റെ വലയിൽ വീഴരുത്. അതിനു വേണ്ടിയാണ് കൂടുതലും ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സാത്താൻ്റെ വഴിയിൽ വീഴാനുള്ളവരല്ല. എന്നെപ്പോലെ തന്നെ എല്ലാവരും, മറ്റുള്ളവരും എല്ലാവരും തന്നെ കർത്താവിൻ്റെ വഴിയിൽ വരികയും കർത്താവിൻ്റെ വചനത്തിൽ സ്ഥിരപ്പെടുകയും ചെയ്യണം. അത് പ്രാപിക്കുകയും ചെയ്യണം, അത് അനുഭവിക്കുകയും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി ഉദ്യമിക്കുന്നത്. എൻ്റെ സമയം മറ്റു പലതിനും ഉപയോഗിക്കാമല്ലോ. എനിക്കതിനു വേണ്ടിയല്ല, കർത്താവിനെ എന്നോട് ആവശ്യപ്പെട്ടത് ഇത് ചെയ്യാനാണ്. അതിനാണ് സുഖമില്ലാതെ എഴുന്നേറ്റ് ശരിയായിട്ട് നടക്കാനോ നല്ലപോലെ ഒന്ന് കുറച്ച് വർത്തമാനം പറയാനോ സാധിക്കാതെ കിടന്ന എന്നെ കർത്താവ് എഴുന്നേൽപ്പിച്ചത് ഇതിനാണ്, ഈ ഒരു കണ്ടീഷനിലാണ്. ആ കണ്ടീഷൻ ഞാൻ അംഗീകരിച്ചു, അത് ചെയ്യുകയാണ്. അല്ലാതെ എനിക്ക് മറ്റ് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്ന്, ഓർമ്മിക്കുമെന്ന് തന്നെ ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇനി ഞാൻ റിയൽ വേ എന്ന ഗ്രൂപ്പ് തുടങ്ങിയത് എല്ലാവർക്കും അറിഞ്ഞുകൂടെ? ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് പലർക്കും അറിഞ്ഞുകൂടാമല്ലോ. അത് പറയുകയാണ്, ഞാൻ നമ്മുടെ ഇടയിൽ നമ്മൾ അറിയാത്തവർ തന്നെ ധാരാളമുണ്ട്. പ്രാർത്ഥന സഹായം ലഭിക്കാത്തവർ എത്രയോ പേര്, അധസ്ഥിതർ, രോഗികൾ, പരിത്യക്തർ, നിരാലംബരായവർ, ഇങ്ങനെ കണ്ണീരിൽ കുതിർന്ന ജീവിതം നയിക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മൾക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. നമ്മൾ അറിയുന്നവർക്ക് വേണ്ടിയുമൊക്കെ, ലോകം മുഴുവനും വേണ്ടി, സുവിശേഷവൽക്കരണത്തിനും വേണ്ടി, സുവിശേഷകർക്ക് വേണ്ടി, സുവിശേഷകരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം. ഞാൻ ദിവസവും ഒരു 10 മിനിറ്റ് സുവിശേഷ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി, സുവിശേഷകരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, സുവിശേഷ പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കുകയാണ്. ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് 10 മിനിറ്റ്. ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് മറ്റുള്ളവരും നമ്മളെല്ലാവരും ചെയ്യണം. അപ്പോൾ അവർക്ക് നമ്മൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ റിയൽ വേ ഗ്രൂപ്പ്
രൂപീകരിച്ചത്. അങ്ങനെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, എത്രയോ പേര് ശയ്യാവലംബികളായിട്ട് എനിക്കറിയാൻ 2 വർഷം കൊണ്ട് തന്നെ കിടക്കുന്നവർ, മരുന്നിൻ്റെ പുറത്ത് മാത്രം കിടക്കുന്നവർ. അതായത് ഒരു ദിവസം ഒരു മാസം തന്നെ പറയുന്നുണ്ട്, കണക്ക് പറയുന്ന 45,000 രൂപയോളം ചിലവായിട്ടാണ് കിടക്കുന്നത്. പിന്നെ മാസം തോറുമുള്ള ആശുപത്രികളിലെ ചെക്കപ്പുകളൊക്കെ, ടെസ്റ്റുകളൊക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ 2 വർഷം കൊണ്ട് ഇങ്ങനെ കഴിയുന്നവരുണ്ട്, ഒന്നും ചെയ്യാൻ വയ്യാതെ. വല്ലവരുടെയും സഹായത്തോടെ എഴുന്നേറ്റ് നിൽക്കുക, ചലിക്കണമെങ്കിലും സഹായം വേണം. ഇങ്ങനെയൊക്കെയുള്ള പലരും അവസ്ഥയിലുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള, കർത്താവിനോട് മധ്യസ്ഥം യാചിക്കാനുള്ള ഒരു വഴിയായിട്ടൊരു വേദിയായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. പക്ഷേ നമ്മൾ എത്ര പേര് ഇതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, ചെയ്യും, മനസ്സ് വയ്ക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം പലരും മനസ്സ് വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയാം. കാരണം ഇത് നമ്മളെപ്പോഴും ലോകത്തിൻ്റെ പകിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ ലോകത്തിൻ്റെ വർണ്ണപ്പകിട്ടാർന്ന ആ ജീവിത വൈവിധ്യത്തിൽ നമ്മൾ ആണ്ടുപോകുകയാണ്. നമ്മളുടെ ആത്മീയ ജീവിതവും കൂടെ, എല്ലാവരും ആത്മീയ ജീവിതമാണ്, സംഘടനകളുടെ പ്രവർത്തനത്തിനാണ്, അതിൻ്റെ മീറ്റിങ്ങുകളാണ്, അതിൻ്റെ പ്രാർത്ഥനകളുണ്ട്, അതിൻ്റെ നൊവേനകളുണ്ട്, എന്ന് ജപമാലയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓടിക്കതച്ച് പോകുന്നവരുണ്ട്. എന്തു പറയാൻ, കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല. കാരണം ലോകത്തിൻ്റെ വർണ്ണപ്പകിട്ടിൽ ഉൾപ്പെട്ടാണ് ആത്മീയമാണതും. നമ്മൾ സ്വന്തമായിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഭവനത്തിലാരെങ്കിലും കൂട്ടി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെനക്കെടുന്നുണ്ടോ? അല്പസമയം, അത് മെനക്കേടല്ല, ഇത് ഡിപ്പോസിറ്റാണ്. നമ്മുടെ പ്രാർത്ഥന അവിടെ കർത്താവിന് സന്നിധിയിൽ ഡിപ്പോസിറ്റാണ്. നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലം കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്നെടുത്ത് നമ്മൾക്ക് വിനിയോഗിക്കും. മനസ്സിലായി? ഇതിനൊക്കെ ഉള്ളതാവുബലകമായ ബൈബിൾ വാക്യങ്ങളൊക്കെ നമ്മൾക്ക് പഠിക്കാനുണ്ട്. പഠിക്കുമ്പോൾ ഞാനത് അപ്പോഴപ്പോഴും പറഞ്ഞു തരാം. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിന് കർത്താവ് ഒരു മടിയും കൂടാതെ ഉപയോഗിക്കണമെങ്കിൽ, മറ്റുള്ളവരെ യാചിക്കാതെയും ഇത് നമുക്ക് വേണ്ടി അങ്ങ് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുമ്പോൾ, ചെയ്യാതെ ഇരിക്കണം, അങ്ങനെ ഇരിക്കണമെന്നല്ല, എപ്പോഴും വേണം, അത് ആവശ്യമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു, അവർ നമുക്ക് വേണ്ടി ചെയ്യും. അപ്പോൾ കർത്താവിന് പെട്ടെന്ന് ഇതൊന്നും ആവശ്യമില്ല, നമുക്കൊരു വീഴ്ച വരുമ്പോൾ തന്നെ ഇത് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഡിപ്പോസിറ്റ് കർത്താവ് കണക്ക് ചോദിക്കും. അല്ലെങ്കിൽ അന്ത്യവിധി സമയത്തെങ്കിലും നമ്മളോട് ചോദിക്കുന്നത്, എന്തുമാത്രം സമയം നീ എനിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളോടെല്ലാവരോടും, സഹോദരനോടും സഹോദരിയോടും കുഞ്ഞുങ്ങളോടും എല്ലാവരോടും ചോദിക്കും. അപ്പോൾ അതിൽ നിന്നെടുത്ത് നമുക്ക് ആവശ്യം പോലെ കലവറ നമ്മുടെ ഡിപ്പോസിറ്റ് ലോക്കർ തുറന്ന് നമുക്ക് എടുത്ത് കർത്താവ് ആവശ്യത്തിന് ഉപയോഗിക്കാൻ തരും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, അത് മനസ്സിലാക്കിയിരിക്കണം ഈ രഹസ്യം. അപ്പോൾ ഇതിന് ഉപദ്രവമായ കാര്യങ്ങൾ ഞാൻ പിന്നീട് പുറകാലം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതൊന്നും വിശദീകരിച്ചാൽ നമ്മുടെ സമയം പോകും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അത് കൂടുതൽ നമുക്കിനിയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് ബൈബിൾ പഠനമെന്ന് പറഞ്ഞാൽ ബൈബിൾ തുറന്ന് ആദ്യത്തെ അധ്യായം അങ്ങ് പഠിപ്പിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ബൈബിൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ബൈബിൾ എന്ന് പറയുന്നത് ഒരു സാഹിത്യ സൃഷ്ടിയല്ല, ഒരു ക്ലാസിക്കൽ സൃഷ്ടിയല്ല, പഴയ മുൻപ് പുരാതന കാലത്തുണ്ടായിരുന്ന ഒരു സൃഷ്ടിയാണെന്ന് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇത്. അത് ഞങ്ങൾക്കുമുണ്ട്, അതുപോലുള്ള ഗ്രന്ഥം നിങ്ങൾക്കുമുണ്ട്. അതേകൊണ്ട് ഇതിലെന്തുകൊണ്ട് പഠിക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ എന്നുള്ളത് ചിന്തിക്കുക. അല്ല, ബൈബിൾ ക്ലാസിക്കൽ സൃഷ്ടിയല്ല, സാഹിത്യ സൃഷ്ടിയല്ല. എന്നാൽ ഉദാത്തമായ, സാഹിത്യത്തെക്കാൾ ഉദാത്തമായ ഒരു രചനയാണ്, സൃഷ്ടിയാണ്, പുസ്തകമാണ്. അത് സത്യം തന്നെയാണ്. പക്ഷേ അതുപോലല്ല ഇത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ബൈബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ബൈബിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദി ടെക്സ്റ്റ്, ആ പുസ്തകം, ദി ടെക്സ്റ്റ്, ദ ബുക്ക്
എന്നുള്ളതാണ്. ഹോളി ബൈബിൾ എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ആ പുസ്തകം. എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം അറിയാമല്ലോ വൗവൽസിന്. അപ്പോഴത് പ്രത്യേകമായ ആ ഒന്നിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. ബൈബിൾ എന്ന് പറയുമ്പോൾ അത് മുഴുവനും അതിനകത്ത് വന്നിട്ടുണ്ട്. ദി ബുക്ക് ഓർ ദ ടെക്സ്റ്റ്. ആ പുസ്തകം എന്താണ് എന്നറിയാതെ നമ്മൾ ഇങ്ങനെ ആദ്യമല്ലേ തുറന്ന് അങ്ങോട്ട് അവസാനം വരെ വായിച്ചെന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും പറ്റത്തില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ വരപ്രസാദത്തിൽ അത് സാധിക്കും. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് മുൻപായിട്ട് ഇതിനകത്ത് എന്താണ്, എങ്ങനെയാണ് ഇത് രൂപപ്പെട്ടത്. നമ്മുടെ കയ്യിൽ നിന്നിപ്പോൾ നമ്മൾക്ക് എടുക്കുന്ന എന്ത് സുന്ദരമായ ബൈബിൾ പുസ്തകം, എന്ത് ആകർഷണീയമായതാണ്. അപ്പോൾ ഇത് എത്രയോ 2000 വർഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ഇടയിൽ വന്നത്. ഇപ്പോൾ ഈ പുസ്തകം നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അതിന് പരിണാമം ഒരുപാട് വന്നു. പരിണാമ ദശയിലായിരുന്നു രൂപം പ്രാപിച്ചത്. അന്നത്തെ കാലത്തുനിന്ന് ഇന്ന് ഈ പരിണാമം സംഭവിച്ചതിന് ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് പേരുടെ ത്യാഗങ്ങളുണ്ട്, ഒരുപാട് പേരുടെ ജീവിതം തന്നെ അതിനുവേണ്ടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇത് അവർ വിശുദ്ധർ മെനക്കെട്ടാണ്. സന്യാസിമാർ, വിശുദ്ധർ, പിതാക്കന്മാർ അവരവരുടെ ജീവിതത്തിന് വേണ്ടി മാത്രം നമ്മൾക്കിത് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. അങ്ങനെ കിട്ടിയതാണ്, രൂപപ്പെട്ടതാണിത്. അപ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കണം, അതിൻ്റെ വില മനസ്സിലാക്കണം. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ ബൈബിളിനെ പറ്റി പറയുമ്പോൾ അതിന് നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ബൈബിളിൽ നിന്ന് വചനവർഷമായിട്ട് എല്ലായിടത്തും ആചരിക്കുമ്പോൾ നമ്മൾ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കണം. വില പ്രതിഷ്ഠിച്ച് വെച്ച ബൈബിളിൻ്റെ അടുത്ത് അത് വെച്ചിരിക്കുന്ന മുറിയിൽ നിന്ന് അനാവശ്യ വർത്തമാനങ്ങൾ, കോപതാപങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. മറ്റ് വിശേഷാതിഥികൾ വരുമ്പോൾ സംസാരിക്കുന്നതിനൊന്നും പാടില്ലെന്നല്ല, സംസാരിക്കാം, പക്ഷേ ഇതൊന്നും പാടില്ല. ഉച്ചസ്ഥായിയായ സംഭാഷണം പാടില്ല. അതിനെ നമ്മൾ ഭയഭക്തി ആദരവോടുകൂടി വേണം ബൈബിളിനെ സമീപിക്കാൻ. പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്ന ബൈബിളിലെന്ന് പറയുമ്പോൾ അതാണ്. അപ്പം നമുക്കിത് പുതുമയാണ്. ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നും. അന്ന് 18 വർഷമായിട്ട് ക്രൂഷ്ചേവിൻ്റെ സോവിയറ്റ് റഷ്യയിൽ ലെനിൻ തടവിലാക്കിയിട്ടിരുന്ന ഒരു മോസ്കോ ആർച്ച് ബിഷപ്പ് കാണാനിടയായി. അദ്ദേഹത്തിൻ്റെ ഒരു കുർബാനയിൽ സംബന്ധിക്കാനിടയായി. പട്ടം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ അന്ന് പണിഞ്ഞുകൊണ്ടിരിപ്പോൾ തറയൊന്നുമില്ല, ഭിത്തികളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തറയിലൊക്കെ കടൽ മണൽ വിവരിച്ച് ഓല മെടഞ്ഞ് അതിന് പറയുന്നത് ഓല മെടഞ്ഞിങ്ങനെ വിരിച്ചിരിക്കുകയാണ്. നമ്മൾ ചെറ്റകളെന്നോ അല്ലെങ്കിൽ അതെന്നോ ചെറ്റയെന്നോ ഒക്കെ പറയും അതിനല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഓല മെടഞ്ഞ് വിരിച്ചിരിക്കുന്ന ആ ഓല കീറ് വിരിച്ച് അതാണ് തറയിലിട്ടിരിക്കുന്നത്. അപ്പോൾ അതിലാണ് പോയി അന്നിരിക്കുന്നത്. കുർബാനയൊക്കെ അവിടെ നടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അവിടെ പോകുന്നത്. കാരണം ഈ മെത്രാനെ ലോകം മുഴുവനുമുള്ള ലോക നേതാക്കന്മാരുടെയും മാർപ്പാപ്പമാരുടെയും നിരന്തരമായ അഭ്യർത്ഥന കൊണ്ട് അവസാനം ലെനിൻ മരിച്ചു, സ്റ്റാലിൻ മരിച്ചു, ക്രൂഷ്ചേവ് അധികാരത്തിൽ വന്നു. കുറേ വർഷങ്ങളായി. അപ്പോഴാണ് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു അവസാനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാന നമ്മുടെ രാജ്യത്തും വന്നു. നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് അന്ന് ചെറുപ്പമാണ്. അദ്ദേഹം അത് വിളിച്ചു വരുത്തി ആദരിച്ചിരുന്നു. അദ്ദേഹത്തിന് കുർബാനയിലുള്ള അവസരം കിട്ടി. അപ്പോൾ ഞാൻ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ 32 പേര്, കുറച്ചല്ലാതെയും കുറച്ചുള്ള ഒരു ഓർഫനേജിൽ കുറച്ച് 100 കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ കാൻഡിഡേറ്റായിട്ടാണ് അവിടുത്തെ ആസ്പിരൻ്റായിട്ടാണ് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് വേണ്ടി അപ്പോൾ പരിശീലനത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആകെപ്പാടെ ഞങ്ങളൊരു 5 പേർക്ക് പോകാൻ പറ്റി. ഇത്രയും പേരുള്ളത് നിന്ന്. അപ്പോൾ ഞങ്ങളെ അടുത്ത് പറഞ്ഞു എന്നെയും കൂടെ കൂട്ടി. എന്നെ എല്ലാത്തിനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂട്ടുമായിരുന്നു. അതുകൊണ്ട് അപ്പോൾ എനിക്കും അവിടെ ചെന്ന് സംബന്ധിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ കുർബാന ആരംഭിച്ചു. ബൈബിൾ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുകയാണ്. അത്രയും നാളത്തെ എൻ്റെ
അത്രയൊക്കെ അറിയുകയുള്ളൂ. പലയിടത്തും പക്ഷേ ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അത് ബൈബിളിനെ ഇത്ര മഹത്തരമായിട്ട് ആദരിച്ച് ബഹുമാനിച്ച് പെരുമാറുന്ന ഒരു സമൂഹം ഉണ്ടെന്ന്. ബൈബിളിനെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഏതെങ്കിലും പിത്തള ഒരു കവറിൽ, കവചത്തിൽ, പെട്ടിയിൽ അത് വെച്ചിരിക്കുകയാണ്. അത് തുറന്ന് വെച്ചിരിക്കുന്നു. തുറന്ന് ഈ വെട്ടിത്തിളങ്ങുന്ന ആ സ്വർണ്ണപ്രഭയോടുകൂടി ഉള്ള ആ ബൈബിള് ആദ്യം ദൈവാലയത്തിൽ അത് പ്രദക്ഷിണം നടത്തുന്നു. അതുകൊണ്ട് പിന്നെ വന്നാണ് അവർ കുർബാന ആരംഭിക്കുന്നത്. എന്തുമല്ല, നമ്മൾക്ക് ആർക്കും ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആരും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ബൈബിളിനെ ആദരിക്കേണ്ടത്. നമ്മൾ വീട്ടിൽ ആ ബൈബിളാണ് നമ്മളിവിടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് വെച്ചിട്ട് മറ്റൊന്നും അവിടെ പാടില്ല പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ ജീവിതം, നമ്മുടെ ഭവനം ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥന മുറിയോ ഒന്നും ഇല്ലാത്തവർക്ക് അത് നമ്മുടെ വീട്ടിൽ വയ്ക്കാനേ പറ്റത്തുള്ളൂ. ഹാളിൽ, സ്വീകരണ മുറിയിലോ ഒക്കെ വയ്ക്കാനേ പറ്റുള്ളൂ. പക്ഷേ അവിടെ പവിത്രത പാലിക്കണം. അത് ബൈബിൾ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്ന വീടുകളിൽ പ്രാർത്ഥനാ മുറികളുണ്ടെങ്കിൽ അത് ആയാൽ പോലും നമ്മുടെ ശബ്ദം അവിടെ കേൾക്കാൻ പാടില്ല സംസാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം ബഹുമാനിക്കാൻ. അപ്പോൾ ബൈബിളിനെ നമ്മൾ ബഹുമാനിക്കണമെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി അറിയണം. അതിൻ്റെ ആ സ്ട്രക്ചർ, അതിനുള്ള ഉള്ളടക്കത്തിൻ്റെ ആ ബലം, അതിൻ്റെ എന്തുമാത്രം സാന്ദ്രത അതിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ ബൈബിളിന് ആ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഈ ബൈബിൾ എഴുതപ്പെട്ടത് പെട്ടെന്ന് ഒരാൾ ഇരുന്ന് എഴുതിയതല്ല, കുറച്ച് പേരിരുന്ന് എഴുതിയതല്ല. ഇത് 1600 വർഷങ്ങൾ കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുൻപേ ഇല്ലയോ ഉൽപ്പത്തിയൊക്കെ എഴുതിയിരിക്കുന്നത്? ഉണ്ട്. അത് വാച്യ രൂപത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അത് പിന്നീട് എഴുതപ്പെട്ടു. അപ്പോൾ ക്രിസ്തുവിന് മുൻപ് 1600 വർഷങ്ങൾ കൊണ്ട് എഴുതി. കാരണം ആ വാച്യ രൂപത്തിലുള്ള കാര്യങ്ങൾ അത് അവർ എഴുതി. അവരെ അതിന് സഹായിച്ചതാരാ? പരിശുദ്ധാത്മാ. അവർക്കെല്ലാം പിടികിട്ടുമോ അങ്ങനെ വാച്യ രൂപത്തിലുള്ളത് ഓർമ്മയുണ്ട്? ഇങ്ങനെ തലമുറകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നൊക്കെ ചിന്തിച്ചേക്കാം. ഇതിൻ്റെയൊക്കെ പുറകിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയായിരുന്നു. പരിശുദ്ധാത്മാവാണ് എഴുതിച്ചത് മനുഷ്യനിൽ കൂടി. അല്ല, മനുഷ്യൻ സ്വന്തം ഇഷ്ടത്താൽ, ഇച്ഛയാൽ എഴുതിയതല്ല. അപ്പോൾ ഇത് എഴുതപ്പെട്ടത് 1600 വർഷങ്ങൾ കൊണ്ട്. ഇതിൽ ആകെ എത്ര ഗ്രന്ഥങ്ങളുണ്ട്? അതിൽ പോലും തർക്കമുണ്ട് ക്രിസ്ത്യാനികൾക്ക്. ആദ്യം മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് വന്ന മാറ്റങ്ങൾ നമ്മൾ എടുക്കണ്ട, കാര്യമാക്കണ്ട. അത് നമ്മൾ കേൾക്കുന്നവർ മനസ്സിലാക്കണം. 73 ടെക്സ്റ്റാണ്, 73 പുസ്തകങ്ങൾ ആണ് ഉള്ളത്. അത് പഴയ നിയമം 46 പുതിയ നിയമത്തിൽ 27. അപ്പം ഈ പഴയ നിയമത്തിൽ അപ്പോൾ 7 ടെസ്റ്റ് കുറവുള്ളവർ ഉണ്ട്. അത് 1600-കളിൽ 500-കളിൽ അത് മാറ്റം വരുത്തിയതാണ് അവർ. അന്നതവർ മാറ്റം വരുത്തി. എന്തിനാ? കത്തോലിക്ക വിരോധം കൊണ്ട്, കത്തോലിക്ക സഭയോടുള്ള, മാർപ്പാപ്പയോടുള്ള വിരോധം കൊണ്ട് ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നു. അതിന് ലൂതർ ചെയ്ത ഒരു വിദ്യ, പെട്ടെന്ന് അവരുമായിട്ട് നമുക്കൊരു മാറ്റം വേണം, ഒന്നിച്ച് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനൊരു മാറ്റം വരുത്തിയ നമ്മൾ വേറെയായി, അവർ വേറെയായി. അങ്ങനെ 7 ഗ്രന്ഥങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് അവർ മാറ്റി. അന്ന് വരെ, തുടക്കം മുതൽ അന്ന് വരെ ഉണ്ടായിരുന്നു. അതിന് മുൻപൊരു മാറ്റം നടന്ന യഹൂദർ അതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റം വരുത്തിയത്, എന്നിട്ട് ഇന്ന് നമ്മുടെ പുതിയ തലമുറ അറിയുന്നുണ്ടോ? നമ്മളറിയുന്നില്ല. നിങ്ങൾ കുറച്ച് കൂടുതൽ പുസ്തകങ്ങൾ ചേർത്തിട്ടുണ്ട് എന്ന് പറയും. അത് നമ്മളങ്ങ് മിണ്ടാതിരുന്ന് അംഗീകരിക്കും. പഠിച്ചവർ, നമ്മളിതൊക്കെ പഠിച്ചെങ്കിലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളാണ് മാറ്റം വരുത്തിയത്, ഞങ്ങളല്ല. 1600 വർഷങ്ങളോളം ഉപയോഗിച്ചിരുന്നതിന് നിങ്ങൾ മാറ്റം വരുത്തിയിട്ട് ഇപ്പോൾ ഒരു 4-5 തലമുറ ആയപ്പോഴത്തേക്ക് നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളെ അവർ പഠിപ്പിച്ചിട്ടില്ല. കാരണം അവർ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് 4-5 നൂറ്റാണ്ട് കൊണ്ട് ഇങ്ങനെ നിങ്ങളായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സത്യം അറിഞ്ഞിട്ടില്ല. സത്യത്തിൽ നിന്ന് നിങ്ങൾ അകലെയാണ് നിങ്ങളുടെ ബോധതലങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇത് പറയുന്നതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനിത് പഠിച്ചേ പറ്റുകയുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ അത്യാവശ്യമായ കാര്യങ്ങൾ. 73 എണ്ണം.
ഈ 73 എണ്ണവും ചേർന്നെങ്കിലേ ഇത് ഹോളി ആകത്തുള്ളൂ, വിശുദ്ധ ഗ്രന്ഥമാകത്തുള്ളൂ, വിശുദ്ധ ബൈബിൾ ആകത്തുള്ളൂ. അല്ലെങ്കിൽ അതെങ്ങനെ ഹോളിയാകുന്നത്? അതിൽ നിന്ന് മാറ്റം വരുത്തി മുറിച്ച് മാറ്റിയാൽ ഒരിക്കലും അവർക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ല വിശുദ്ധ ഗ്രന്ഥം, സത്യവേദ പുസ്തകം എന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റുകയില്ല. ഇത് 73 കൂടെ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. അതിനവർ ഈ 7 എണ്ണവും മാറ്റിയതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പറഞ്ഞു തരാം. കാരണം അപ്പോൾ അത് മാറ്റാതിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അവർ മനസ്സിലാക്കിയതിനെ മറ്റുള്ളവർ, അവരുടെ അനുയായികൾ, ഇത് സത്യമല്ല, മറ്റേതായിരുന്നു സത്യം, അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, അങ്ങോട്ട് തന്നെ പോയേക്കാം, പഴയതിലോട്ട് തന്നെ എന്ന് മനസ്സിലാവുമായിരുന്നു. അതിനു വേണ്ടിയാണ് അവർ ആ ടെസ്റ്റ് അങ്ങ് മാറ്റിയത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോളി ബൈബിൾ ആണ്, ഹോളി അല്ലാത്തതല്ല. അതാരുടെയും വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ നമുക്ക് ബാധ്യസ്ഥരല്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഇനിയും ഞാൻ പറഞ്ഞു, ഇത് എഴുതപ്പെട്ടത് ഒരാളോ 2 പേരോ ഒന്നുമല്ല, പല കാലഘട്ടങ്ങളായിട്ട് എഴുതിയതാണ്. ഞാൻ പറയാം, 47 പേരുടെ ഒരു രചനാ സമാഹാരമാണ് വിശുദ്ധ ബൈബിൾ. ഒരു പുസ്തകമല്ല ഇത്. അപ്പം 73 പുസ്തകമാണ്. 47 പേരാണ്, ഒരാൾ എഴുതിയതല്ല, ഒരാളുടെ രചനകളല്ല. 47 പേര് എവിടെ ഇരുന്ന് എഴുതി, പല സ്ഥലങ്ങളിലും ഇരുന്ന് എഴുതിയതാണ്. പല സ്ഥലങ്ങളിൽ, പല കാലഘട്ടങ്ങളിൽ, നൂറ്റാണ്ടുകളിൽ എഴുതിയതാണ്. പല നൂറ്റാണ്ടുകളിൽ എഴുതി, പല ഭൂഖണ്ഡങ്ങൾ, 3 ഭൂഖണ്ഡങ്ങളിൽ, ആ ഓരോ ഭൂഖണ്ഡങ്ങളും പല രാജ്യങ്ങളിൽ, എല്ലാവരും ഒരിടത്തിരുന്നല്ല, ഒരു രാജ്യത്ത് ഒരു ഭൂഖണ്ഡത്തിലൊന്നുമല്ല ആയിരുന്നു എഴുതിയത്. അപ്പോൾ ഇതിൽ എഴുതിയവരിനി ആരൊക്കെയാണ്? അങ്ങാണ്ട് എഴുതാനായിട്ട് ഒരാളങ്ങ് ഇരുന്നോ? ഇങ്ങനെ ഓരോ നൂറ്റാണ്ടുകളിലും ഇങ്ങനെ വന്ന് സഹസ്രാബ്ദങ്ങളിലൊക്കെ ഇരുന്നോ? ഇല്ല, ഒരാളുണ്ട്, അത് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇതിൽ എഴുതിയതിൽ രാജാക്കന്മാരുണ്ട്, ലോകത്ത് അവർ രാജാക്കന്മാരായിട്ട് ജീവിച്ചിരുന്നു. ജനനായകരുണ്ട്, രാജാക്കന്മാർക്ക് മുൻപ് ജനങ്ങളെ നയിച്ചിരുന്നവരുണ്ട്. അന്ന് രാജാക്കന്മാരല്ല, പ്രവാചകന്മാരും ന്യായാധിപന്മാരും ഒക്കെ നയിച്ചിരുന്നു. അങ്ങനെയുള്ള ജനനായകരുണ്ട്. പട്ടാളക്കാരെ എഴുതിയിട്ടുണ്ട്, കർഷകരുണ്ട്. അങ്ങനെയുള്ളതിൽ പട്ടാളക്കാരുണ്ട്, ജനനായകരെന്ന് ഞാൻ പറഞ്ഞത്. കർഷകരുണ്ട്, കൃഷിവലന്മാർ എഴുതിയിട്ടുണ്ട്. പിന്നെ സാധാരണക്കാരുണ്ട്, കവികളുണ്ട്, സംഗീതജ്ഞരുണ്ട്, പിന്നെ എഴുത്തുകാർ 1-2 പേരുണ്ട്, പിന്നെ ഒരു ഡോക്ടറുമുണ്ട്, ഒരു വൈദ്യൻ, ഭിഷഗ്വരൻ. അപ്പോൾ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള 47 പേരാണ് ഇതെഴുതിയത്. അത് ഒരേ ജോലി ചെയ്തുകൊണ്ടിരുന്നവരല്ല. ഇവരെല്ലാം മനസ്സിലായില്ല ഏതൊക്കെ തലത്തിലുള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല അവരുടെ ജോലികളൊക്കെ. ഇവരൊക്കെ അവരുടെ ആ ഉപജീവന മാർഗങ്ങൾക്ക് ഇടയിൽ, ആ ഉപജീവന കാര്യങ്ങൾ, ആ ജോലികൾ നിർവഹിക്കുന്നതിനിടയിൽ കിട്ടുന്ന ഓരോ അവസരങ്ങളിലും ഉള്ള സമയങ്ങളിലാണ് ഇത് എഴുതിയത്. അല്ല ഒരെണ്ണം ഒന്നിച്ച് ഇരുന്നങ്ങ് എഴുതി പൂർത്തിയാക്കിയല്ല പോയി ചെയ്തത്. പലപ്പോഴായിട്ട് പരിശുദ്ധാത്മാവ് അവരോട് പറയുന്ന സമയത്ത് അവരെ കൊണ്ട് പിടിച്ചെഴുതിപ്പിക്കുക. എന്നാൽ കയ്യിൽ പിടിച്ചെഴുതി അവരുടെ മനസ്സ് അതിലോട്ടങ്ങ് മാറ്റി അത് മാത്രമായിട്ട് ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിള് നമ്മൾ പറയും പരിശുദ്ധാത്മ നിവേശിതമാണ്. നിവേശിതമെന്ന് മാത്രം പറഞ്ഞാൽ നിശ്വംസിതമാണ് എന്ന് വേണം പറയാൻ. പരിശുദ്ധാത്മാവിൻ്റെ നിശ്വാസം, അതിനകത്തുള്ള ആ ഗന്ധം, വിശ്വസിക്കുന്നതിൻ്റെ ആണ്. അപ്പോഴാണ് പൂർണ്ണ അർത്ഥമാകുന്നത്. ആ ഗന്ധമുണ്ട്, അത് നമ്മൾ അനുഭവിക്കണം. നമുക്ക് ഇങ്ങനെ ആദരവോട്, ഭയഭക്തി, ആദര ബഹുമാനത്തോട് നോക്കിയെങ്കിലേ, അതിനെ എടുത്തെങ്കിലേ, ഉപയോഗിച്ചെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ഗന്ധം എപ്പോഴും ഓരോ വാക്യത്തിലും ഓരോ പേജിലും ഉണ്ടായിരിക്കണം. എങ്കിലേ അത് ഹോളി ആകുന്നുള്ളൂ. ഹോളി എന്ന് പറയുന്നത് വെറുതെ അങ്ങ് പറയുമല്ല. അപ്പോൾ ഇത് ഓരോരുത്തർ ഇന്നത് എഴുതുമെന്നും കൊണ്ട് ഓരോരുത്തർക്ക് വീതം വെച്ചാലും കൊടുത്തതല്ല. അപ്പോൾ ഇവരൊക്കെ ഇനി 47 പേര് ഞാൻ പറഞ്ഞു, പരസ്പരം അത് കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പല കാലഘട്ടങ്ങളിലാണ്, പല രാജ്യങ്ങളിൽ വെച്ച്, പല ഭൂഖണ്ഡങ്ങളിലുള്ള പല രാജ്യങ്ങളിൽ വെച്ച് തങ്ങളുടെ ഉപജീവന മാർഗങ്ങൾക്ക് ഇടയിൽ, അത് നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഓരോ സമയം കണ്ടുപിടിച്ചെഴുതുന്നത്. ചിലത് മരുഭൂമിയിൽ വെച്ച് എഴുതി, യാത്രകളിൽ എഴുതിയവരുണ്ട്, കാരാഗ്രഹങ്ങളിൽ വെച്ച് എഴുതിയവരുണ്ട്, പിന്നെ ഏകാന്തവാസത്തിൽ തടവിൽ ആയിരിക്കുമ്പോൾ എഴുതിയവരുണ്ട്. അങ്ങനെയൊക്കെ എഴുതപ്പെട്ട ഒരു
ഗ്രന്ഥ സമാഹാരമാണിത്, മഹത്തായതാണ്. അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം ബൈബിളിനെ എവിടെയെങ്കിലും കൊണ്ട് മൂലയ്ക്ക് പൊടിയും പിടിച്ച് കിടക്കുന്നതായിട്ട് വയ്ക്കാതെ നമ്മൾ ആദരിക്കാനായിട്ട്. ഇത് എഴുതിയത് ഇനി ഒരു ഭാഷയിലല്ല, ഹീബ്രുവിൽ എഴുതി, അറാമായ ഭാഷയിൽ എഴുതി. അറാമായ ഭാഷയിലാണ്ട് 10% എന്ന് തോന്നുന്നു. ഹീബ്രു, അറാമായ, ഗ്രീക്ക്, പുതിയ നിയമം മുഴുവനും ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയ മൂലഗ്രന്ഥങ്ങൾ. അതിനു മുൻപ് പഴയ നിയമം ഗ്രീക്കിലോട്ട് വിവർത്തനം ചെയ്യണം. അതിന് മുൻപ് അതൊക്കെ വരുന്നുണ്ട്, ഞാൻ പറയാം. എന്നീ 3 ഭാഷകളിലാണ് എഴുതിയത്. പക്ഷേ ഇങ്ങനെയൊക്കെ പലരും പലയിടത്തും പല കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് ഒക്കെ നൂറ്റാണ്ടുകളെടുത്ത് എഴുതിയത് ഒക്കെ ആണെങ്കിലും അപ്പോൾ വിചാരിക്കും ഇതൊക്കെ വ്യത്യാസം വരുന്നില്ലേ ഓരോന്ന്. ഒരു വ്യത്യാസവും ഇല്ല. അതിൻ്റെ കാമ്പ് നോക്കുമ്പോൾ, അതായത് അതിൻ്റെ ഉള്ളടക്കം, പൊരുൾ, അന്തസത്ത, അതാണ് അതിന് ഉള്ള നല്ല മലയാളം വാക്ക്. അത് നോക്കുമ്പോൾ ഇതിലൊക്കെ നമുക്ക് പറയാം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇതിലെല്ലാം പ്രതിപാദിക്കുന്ന വസ്തുതയും വ്യക്തികളും എല്ലാം ഒന്നാണ്. വ്യക്തി യേശുവാണ്. വസ്തുത എന്താണ്? ഈ യേശുവിൽ കൂടിയുള്ള ഈ സുവിശേഷത്തിൽ, ഈ വേദപുസ്തകത്തിലുള്ള വിശ്വാസത്തിൽ കൂടി യേശുവിലെത്തി, ആ യേശുവിൽ കൂടിയുള്ള വിശ്വാസത്തിൽ കൂടി പ്രാപിക്കുന്ന രക്ഷയാണ് ഇതിൽ പ്രതിപാദിക്കപ്പെടുന്ന പ്രതിപാദ്യ വിഷയം അതാണ്. അപ്പോൾ യേശുവാണ് വ്യക്തി, യേശുവിനെയാണ് പ്രതിപാദിക്കുക. ഉൽപ്പത്തി മുതൽ ഇവിടെ അവസാന ഗ്രന്ഥമായ വെളിപാട് വരെ. ഉൽപ്പത്തിയിലുള്ള പല ചോദ്യങ്ങൾക്കും പല സംഭവങ്ങൾക്കും ഉത്തരം, വിശദീകരണം വെളിപാട് പുസ്തകത്തിലുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ പുസ്തകം നോക്കിയോ ആദ്യം ഉൽപ്പത്തി വായിച്ചോ ഇതിലെന്ന് ഇങ്ങനെയൊന്ന് വായിച്ച് വിടുന്നതല്ല. അവിടെ യേശുവിനെ കാണണം. ദൈവത്തിൻ്റെ ആ അനന്തര മഹത്വം. അന്നത്തെ ആ സംഭവം കഴിഞ്ഞു, പർദീസായിലെ സംഭവം കഴിഞ്ഞു, ഏദൻ തോട്ടത്തിൽ. അത് കഴിഞ്ഞിട്ടുള്ള അനന്തരമായ കാര്യങ്ങൾ, തലമുറകൾ തോർന്ന് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അവിടെ ദൈവം കണ്ടു, അവിടെ നിവർത്തിച്ചത് വെളിപാടിൽ കൂടിയാണ്. നമ്മളെ ഓരോരുത്തരെയും അതിനകത്ത് കാണാം. ആ ദൈവം കണ്ടു അന്ന് തന്നെ, ഇപ്പോഴല്ല, അന്ന് തന്നെ കണ്ടു. വെളിപാടിലൂടെ അത് കണ്ടു. അത് നമ്മൾ നിവർത്തിച്ചത് വെളിപാടിലൂടെയാണ്. അതിലും നമ്മളുണ്ട്. അത് മനസ്സിലാക്കണം. നമ്മൾ അവിടെയും ഉണ്ട്. വെളിപാട് പുസ്തകത്തിൽ നമ്മളെപ്പറ്റി ഉൽപ്പത്തിയിൽ നമ്മൾ ഓരോരുത്തരെ പറ്റിയും പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മളെ പേര് കാണത്തില്ല, നോക്കിയാൽ എന്നറിയാം. പക്ഷേ ആ മനുഷ്യർ നമ്മളും കൂടെ ആണ് എന്ന് ഉള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ 3 ഭാഷകൾ ഇങ്ങനെയൊക്കെ ഇല്ലെങ്കിലും ഇതിൻ്റെ അന്തസത്ത ഞാൻ പറഞ്ഞല്ലോ. പ്രതിപാദിക്കപ്പെടുന്ന വസ്തുത രക്ഷയാണ്. ആ രക്ഷയാകട്ടെ യേശു എന്ന വ്യക്തിയാണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാണുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നിപ്പിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഏകോപിപ്പിക്കുന്നത് ഈ ഒരു ഒറ്റ ആശയം മാത്രമാണ്. രക്ഷ. അതെവിടുന്നായ ഈ രക്ഷ കിട്ടുന്നത് ഏതെങ്കിലും ഒന്നിലല്ല, യേശു ക്രിസ്തുവിൽ മാത്രമാണ്. യേശു ക്രിസ്തുവിലൂടെ ആണ് നമുക്ക് ഈ രക്ഷ കിട്ടുന്നത് എന്നുള്ളതാണ് അവിടെ ഓരോ പുസ്തകത്തിലും അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അതിൻ്റെ യേശുവിൻ്റെ നിഴല് അവിടെ എല്ലാം കാണാൻ പറ്റും. ഓരോ പ്രോട്ടോടൈപ്പുകൾ, യേശുവിൻ്റെ പ്രോട്ടോടൈപ്പുകൾ ഓരോ പുസ്തകത്തിലുമുണ്ട്. ഉൽപ്പത്തി മുതൽ എല്ലാത്തിലും വരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ എല്ലാം യേശുവാണ്. അപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ കേന്ദ്ര ബിന്ദു യേശു തന്നെയാണ്. ഇതിനെ കോർത്തിണക്കുന്ന ഒരു ചരട്. ഈ മനുഷ്യൻ കാലാകാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്, സഹസ്രാബ്ദങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന രക്ഷയാണ് മനുഷ്യവർഗം അന്വേഷിച്ചുകൊണ്ടിരുന്ന. എങ്ങനെയാണ് രക്ഷ മനുഷ്യവർഗത്തിന്, ലോകത്തിന് കിട്ടുന്നത് എന്നുള്ളതായിരുന്നു. അതിനെ കോർത്തിണക്കി കുത്തി കെട്ടുന്ന ആ ചരട് എന്തുവായിരുന്നു? അതാണ് യേശുവിലൂടെ കിട്ടുന്ന രക്ഷ. നമ്മൾ അതിൻ്റെ ഉള്ള ഒരു പ്രയാണത്തിലാണല്ലോ മനുഷ്യൻ ആദ്യകാലം മുതൽ. ഏത് വേദഗ്രന്ഥം എടുത്തു നോക്കിയാലും കൂടുതലായിട്ട് നല്ലപോലെ അത് പ്രതിപാദിക്കുന്നത് ഹിന്ദു പുരാണങ്ങളിലാണ്, വേദഗ്രന്ഥങ്ങളിലാണ് അത് പ്രതിപാദിക്കും. മറ്റുള്ളതെല്ലാം ക്ലാസിക്കുകൾ എന്ന് പറയാം, സാഹിത്യ സൃഷ്ടിയെന്ന്. ഇത് അങ്ങനെ ആണെങ്കിലും
ഹിന്ദു വേദങ്ങളിൽ അത് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ രക്ഷയെ അന്വേഷിച്ച് പ്രകാശത്തെ അന്വേഷിച്ച് പോകുന്ന മനുഷ്യനെ അവിടെ അവരുടെ ആ വേദപുസ്തകങ്ങൾ, അവരുടെ വേദങ്ങളെല്ലാം പഠിക്കുമ്പോൾ കാണാൻ പറ്റും. അത് അവർ തന്നെ കൃത്യമായിട്ട് പഠിക്കുന്നില്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ചിലർ എതിർക്കുന്നത്. ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നേരത്തെ കൂട്ടി അതൊക്കെ പറഞ്ഞത്. അപ്പോൾ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന പർദീസ ജീവിതം, ദൈവത്തോടു കൂടിയുള്ള ആ ജീവിതം നഷ്ടപ്പെട്ടു. അത് വെളിപാട് പുസ്തകത്തിൽ ആ പർദീസ കർത്താവിനോട് കൂടിയുള്ള പർദീസ ജീവിതം, മഹത്തകരമായ ജീവിതം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് തിരികെ കിട്ടുന്നു. അതെങ്ങനെയാണ് പ്രാപിക്കേണ്ടതെന്ന് അതിനകത്താണ് കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ കൂട്ടിയോജിപ്പിൻ്റെ ആ ലിങ്ക് ആണ് എങ്ങനെയാണെന്ന് ഉള്ളതാണ് അത് പറഞ്ഞത്. അപ്പോൾ ആദ്യം ആ പർദീസായിൽ വേറൊന്ന് സംഭവിച്ച് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി അടഞ്ഞു പോയി, അല്ലേ? നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, ജ്ഞാനത്തിൻ്റെ വൃക്ഷമാണ് വൃക്ഷത്തിൽ നിന്നുള്ള ഫലമാണ് ഭക്ഷിച്ച് നന്മയും തിന്മയും പറ്റിയുള്ള ജ്ഞാനം സമ്പാദിച്ചു, അറിവ് സമ്പാദിച്ചു. അത് ശരിയാണ്. പാപം എന്താണ്, പാപമാണെന്നുള്ളത് മനസ്സിലാക്കി. പക്ഷേ ജീവൻ്റെ വൃക്ഷത്തിലേക്ക്, നിത്യജീവനിലേക്കുള്ള വൃക്ഷത്തിൻ്റെ ഫലം അതോടെ അടഞ്ഞു, അങ്ങോട്ട് പോകാൻ വയ്യാതായി, അവിടുന്ന് പുറത്താക്കപ്പെട്ടു. ആ ഫലം നമ്മൾക്ക് അനുഭവിക്കാനും വെളിപാടിൽ ഉണ്ട്. അങ്ങോട്ടുള്ള വഴി ഇനി എങ്ങനെയാണെന്ന്. ഈ വഴി ഇവിടെ അടഞ്ഞപ്പോൾ ഉൽപ്പത്തിയിൽ, അത് വെളിപാടിൽ അത് ആ വഴി ഏതാണ്, എങ്ങോട്ടാണ്, എങ്ങനെയാണ് അത് പ്രാപിക്കുന്നത് എന്ന് അവിടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ അന്ന് ആദാമിനും ഹവ്വായ്ക്കും ആദ്യ മാതാപിതാക്കന്മാർക്ക് പറ്റിയ ആ അബദ്ധം, ആ നഷ്ടപ്പെടുത്തിയത്, ആ പർദീസ നഷ്ടം, ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ നഷ്ടപ്പെടുത്തിയത് ഭാവി തലമുറകൾക്ക് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ അനന്ത നമ്മളെപ്പോലുള്ള നമ്മളെല്ലാവരും ഓരോരുത്തരും ആകുന്ന തലമുറകൾക്ക് വേണ്ടി ദൈവം ഇവിടെ വെളിപാട് എന്ന പുസ്തകത്തിലായിട്ട്, അത് അവസാന പുസ്തകത്തിലായിട്ട് അത് തുറന്നു തന്നിരിക്കുകയാണ്. കണ്ടോ, അവിടെ നഷ്ടപ്പെടുത്തിയപ്പോൾ ഇവിടെ തന്നു. നമുക്ക് ഉപേക്ഷിച്ചിട്ടില്ല, ഒരു തലമുറകളെയും ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് വിശദമായിട്ട് ഇനിയും ബൈബിളിൻ്റെ ഈ പഠനം നമുക്ക് ബൈബിളിനെ പറ്റി ഇതുപോലെ 3, 4, 5 ചിലപ്പോൾ 4, 5 ദിവസം കൊണ്ട് തീർക്കാൻ സാധിക്കും, എപ്പിസോഡുകൾ കൊണ്ട് സാധിക്കും. ഇത് ആണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇത് ഇവിടെ അടുത്ത ദിവസത്തേക്ക്, അടുത്ത വീഡിയോയിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സമയം കേൾക്കണമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരു ലൈവായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ടുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാവുന്നവർ, ബഹുമാനപ്പെട്ട വൈദികർ അതിനുവേണ്ടിയുള്ള അവസരം ചെയ്യണം, ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. അല്ലാതെ എനിക്ക് മറ്റ് ഒരു ലക്ഷ്യവുമില്ല. എല്ലാവരെയും ഇത് ബൈബിൾ അറിഞ്ഞിരിക്കണം, കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ പുസ്തകം ഇതെങ്ങനെയാണ്, എന്താണെന്നുള്ള അറിഞ്ഞിരിക്കണം. എനിക്ക് തന്നെ അനുഭവവേദ്യമാകുന്നുണ്ട്, പലർക്കും അറിഞ്ഞുകൂടാ എന്നുള്ള സത്യം. പലർക്കൊന്നുമല്ല, വളരെ ചുരുക്കം ചിലർക്കേ ഉള്ളൂ. അറിയാവുന്നവർക്കും പൂർണ്ണമായിട്ടുള്ള അറിവില്ല, ചില ഭാഗ്യമായിട്ടുള്ള അറിവേ ഉള്ളൂ. അറിയാം എന്ന് പറയുന്നവർ, കാരണം സവിസ്തരം ആർക്കും പഠിക്കാൻ സാധിച്ചിട്ടില്ല. അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു പ്രചോദനവും ഉണ്ടാകാൻ സാധ്യതയില്ല. ധ്യാന കേന്ദ്രങ്ങളിലും മറ്റും പോയിട്ട് കരിസ്മാറ്റിക് പ്രയറുകളിലും പ്രാർത്ഥന കൂട്ടായ്മകളിലും ഒക്കെ പോകുന്നുണ്ട്. അല്പം കിട്ടുന്നു, അത് പിന്നീട് കളയുന്നു, സമയത്തേക്ക് വേണ്ടിയാണ്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കുക, ആ പോരായ്മകൾ നികത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വൈദികർ അതിനുവേണ്ടി ഉള്ള അവസരങ്ങൾ ഒരുക്കി തരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കേൾക്കുന്നവരും, അത് ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരുമൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കണം. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ദി റിയൽ വേ എന്നുള്ള കൂട്ടായ്മ തുടങ്ങിയത് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നമുക്കിത് ബൈബിൾ പഠനം തുടങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതും കൂടെ തുടങ്ങാം. ഇതിൽ തന്നെ പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവർ, പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവർ അറിയിച്ചാൽ, ചിലർ അറിയിക്കുന്നുണ്ട് എന്നെ, ഞാനും എൻ്റെ ഭാര്യയും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇനിയും ഇത് മുതൽ സജീവമായിട്ട് തന്നെ തുടങ്ങണം. നമുക്ക് ഒരു 5 മിനിറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഇത് നിങ്ങൾ മനസ്സിലാക്കി ബൈ ഹാർട്ടായിട്ട്
മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ കാണും. അവർക്ക് ധാരാളമായിട്ട് അവർക്കുള്ള അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടും. അവർക്ക് അങ്ങനെയുള്ളവർ അങ്ങനെ പ്രാർത്ഥിക്കുക. ഈ വചനം, ഞാൻ പറയുന്ന വചനം അത് കാണാപ്പാഠം പഠിക്കാവുന്നവർ കാണാപ്പാഠം പഠിക്കാൻ ബൈബിൾ തുറന്ന് വായിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏറ്റവും നല്ലത്. എനിക്കിപ്പോൾ അറിയാവുന്ന കുറച്ച് പേർക്ക് 2-3-4 വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇത് കേൾക്കുന്നവരും ഈ പ്രാർത്ഥന അതിൽ സംബന്ധിക്കണം. എല്ലാവർക്കും ഇത് കേൾക്കുന്നവർക്കും എല്ലാവർക്കും പ്രയോജനപ്പെടും. അല്ലാതെ ആ വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല. നിങ്ങൾ ഭക്തിയ ആദരവോടുകൂടി തന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ രോഗത്തിൻ്റെ വിവരങ്ങൾ അല്ലെങ്കിൽ മറ്റ് ക്ലേശങ്ങളുടെ വിവരങ്ങൾ ആ വ്യക്തികളെയെല്ലാം നമ്മുടെ മുൻപിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ എനിക്കിവിടെ സമർപ്പിക്കാനുള്ളത് പ്രധാനമായിട്ട് 2 വർഷം കൊണ്ട് കോതമംഗലത്ത് എന്ന സ്ഥലത്ത് ഒരു മലബാർ റീത്തിലെ അംഗമാണ് ലില്ലിക്കുട്ടി എന്നു പേരായ ഒരു സഹോദരി. ഒരു മാസം 45,000 രൂപയോളം മരുന്നിന് ചിലവാക്കി, പിന്നെ ആശുപത്രികളിലെ ടെസ്റ്റുകൾ അതൊക്കെ വേറെ ചിലവാക്കി ഇന്നും ജീവിക്കുന്നു. ആരെങ്കിലും എഴുന്നേൽപ്പിക്കാൻ പറ്റും, എന്നാലും ഇപ്പോൾ ചിലപ്പോൾ വീഴാതെ പിടിക്കണം. അപ്പോൾ ആ രീതിയിലാണ് അവരുടെ ജീവിതം ഇപ്പോഴും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുപോലുള്ള അനേകായിരങ്ങൾ നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തികൾക്ക് മാത്രമല്ല, ഇതുപോലുള്ള അനേകായിരങ്ങൾക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വേണം പ്രാർത്ഥിക്കാൻ. അവരെയല്ല, അനേകായിരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇതുപോലുള്ളവർ. പിന്നെ ഇവിടെ ബഥേൽ ഭവനത്തിലെ മാത്യൂസ് വളരെ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയുന്നു, ഹോസ്പിറ്റലിലാണെന്ന് അറിയുന്നു. കണ്ണങ്കര ഭാഗത്ത് തോമാച്ചന്, അതുപോലെ തങ്കച്ചന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ ഇനിയും അറിയാത്തവർ പലരും കാണും ഞാൻ. അപ്പോൾ അവർക്ക് വേണ്ടിയെല്ലാം നമുക്ക് ഈ പ്രാർത്ഥന കാഴ്ചവെക്കണം. ഈ സ്റ്റൈൽ നിങ്ങൾ തുടർന്നാൽ അനുവർത്തിച്ചാൽ നല്ലതാണ്. വെറും 5 മിനിറ്റ് മതിയാകും. നമുക്ക് വേദപുസ്തകം തുറന്ന് പുറപ്പാട് പുസ്തകത്തിലെ 15-ാം അധ്യായം 26-ാമത്തെ വാക്യം നമ്മൾക്ക് വായിച്ചുകൊണ്ട് ആ പ്രാർത്ഥന തുടങ്ങാം. എല്ലാ പ്രാർത്ഥനയിലും നിങ്ങൾ ആവർത്തിക്കുമ്പോൾ, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇത് തന്നെ ചെയ്യണം. ഒരു ദിവസം പലപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ വാക്യം വായിച്ച് തന്നെ ഇത് പ്രാർത്ഥിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം. ഈ വാക്യം കാണാതെ പഠിച്ചാൽ ചെറിയ വാക്യമാണ്. കാണാതെ പഠിച്ചാൽ വേദപുസ്തകം തുറക്കാൻ പറ്റാത്ത ഇടങ്ങളിലാണെങ്കിൽ, അവസരങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാപാഠം പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കാം. 26-ാം വാക്യം, 15-ാം പുറപ്പാട് 15-ാം അധ്യായം 26-ാമത്തെ വാക്യം. നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. സൗഖ്യം ഒക്കെ അതിനകത്തുണ്ട്. നമുക്ക് അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വാക്യം തന്നെ ഉപയോഗിക്കണം. നമ്മൾ ഈ വാക്യത്തിൽ ആശ്രയിക്കണം. കാരുണ്യവാനും സർവശക്തനും സർവപ്രപഞ്ചങ്ങളുടെയും സർവ വസ്തുക്കളുടെയും ചരാചരങ്ങളുടെയും എല്ലാത്തിൻ്റെയും നിയന്താവായ കർത്താവേ, പിതാവേ, അവിടുത്തേക്ക് ഞങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം, കോതമംഗലത്തെ ലില്ലിയെയും ബഥേൽ ഭവനത്തിലെ മാത്യൂസിനെയും തങ്കച്ചനെയും തോമാച്ചനെയും ഒക്കെ ഞങ്ങൾ ഇതുപോലുള്ള 1000 കണക്കിന് വ്യക്തികളെയും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവേ, പ്രാർത്ഥനാ സഹായം ലഭിക്കാനിടയില്ലാത്ത എത്രയോ പേര്, അറിവില്ലാത്തവർ, എത്രയോ ജനങ്ങൾ, എത്രയോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അവരെയും എല്ലാം ഞങ്ങൾ അവിടുത്തെ മുൻപിൽ പിതാവേ സമർപ്പിക്കുന്നു. അവിടുത്തെ പുത്രന് ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തു വഴി
അവിടുന്ന് ഈ വചനം ഞങ്ങൾക്ക് തന്നു ഞങ്ങളെ പഠിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കി. ഈ വചനം ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഉറക്കെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഉറക്കെ പ്രഘോഷിച്ചുകൊണ്ട് കർത്താവേ, അവിടുന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ്. ഞങ്ങളുടെ മേൽ മഹാമാരികളൊന്നും അവിടുന്ന് വരുത്തുകയില്ല എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും അങ്ങയുടെ മുൻപിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ഇവർക്ക് വേണ്ടിയും ഞങ്ങൾ പറഞ്ഞവർക്ക് വേണ്ടിയും ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗഖ്യങ്ങളും ആരോഗ്യങ്ങളും ആശ്വാസങ്ങളും അവരെ ശുശ്രൂഷിക്കുന്നവരിൽ അവിടുത്തെ കാണുന്നതിന് വേണ്ടിയും ശുശ്രൂഷിക്കുന്നവർക്ക് ആ രോഗികൾക്ക് രോഗാവസ്ഥയിലുള്ളവരെല്ലാം അവിടുത്തെ ദർശിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ ആ ശക്തി അവർക്ക് കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുന്ന് ഞങ്ങൾ ഈ ചെയ്തു തരുന്ന എല്ലാ സൗഖ്യങ്ങൾക്കും ആശ്വാസങ്ങൾക്കും ഞങ്ങൾ മുൻകൂട്ടി തന്നെ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞങ്ങൾക്കത് സാധിച്ചു തന്നിരിക്കുന്നു. ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ ആ പ്രത്യാശ വയ്ക്കുന്നു സാധിച്ചു തന്നതിൽ. കർത്താവേ, അവിടുന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ട് അവിടുന്ന് സാധിച്ചു തന്നതിന് അവിടത്തേക്ക് നാമത്തിന് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. മഹത്വവും സ്തോത്രവും പുകഴ്ചയും എല്ലാം അവിടത്തേക്ക് ഞങ്ങൾ കരേറ്റുന്നു. ആമീൻ. ഹല്ലേലൂയ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന പഠിച്ച് ഈ ആശയങ്ങൾ വിട്ടുപോകാതെ ചിലപ്പോൾ സ്വന്തം ഭാഷയിൽ ആയിരിക്കാം കുറച്ചുകൂടെ നല്ല ഭാഷയിൽ ശൈലിയിൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞേക്കാം നിങ്ങൾക്ക്. ആ രോഗികളുടെ അടുക്കൽ വെച്ച് ഈ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് മടിക്കരുത്. അത് ചൊല്ലുക. അത് നിങ്ങൾക്ക് കർത്താവ് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും തരും, സൗഖ്യം തരും, അവരേക്ക് എഴുന്നേൽപ്പിക്കും. അത് ദിവസം ആകുന്നത്ര തവണ ആവർത്തിക്കുക. ആമീൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.